പിന്നെ മാറി മാറി നീ വല്ലയിടത്തൊക്കെ പറഞ്ഞാൽ എന്നെ പറയാൻ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മളിന്ന് വന്നിരിക്കുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രിസ്മസ് മാർക്കറ്റ് ആയിട്ടുള്ള ബ്രോഡ്വേയിലെ മേത്ത ബസാർ കാണാൻ വേണ്ടിയാണ്. എറണാകുളത്തുള്ള ബ്രോഡ്വേ മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കയറി ചെല്ലുന്ന മെയിൻ എൻട്രൻസിൽ നിന്ന് തന്നെ ആദ്യം കാണുന്ന ലെഫ്റ്റിലേക്കുള്ള വഴി എടുക്കുക. ലെഫ്റ്റിൽ നിന്ന് കുറച്ച് മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ മേത്ത ബസാർ എന്ന് എഴുതിയ ഒരു ചെറിയ ബോർഡ് കാണാം. അതിലെ ഉള്ളിലേക്ക് നാം കയറി കഴിഞ്ഞാൽ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രിസ്മസ് മാർക്കറ്റിലേക്കാണ് നാം പ്രവേശിക്കുക. ധാരാളം ആളുകളാണ് ഇവിടെ ക്രിസ്മസുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വരുന്നത്. നവംബർ മാസത്തിൽ അവസാനത്തോടെ ഈ മാർക്കറ്റ് ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളാൽ നിറയും. ഈ മാർക്കറ്റിനുള്ളിൽ ഹോൾസെയിലായും റീറ്റെയിലായും നമുക്ക് ആവശ്യമുള്ള ക്രിസ്മസിനോടനുബന്ധിച്ച സാധനങ്ങൾ നമുക്ക് ലഭിക്കും. ദിവസവും പതിനായിരക്കണക്കിന് ആളുകളാണ് ഈ മാർക്കറ്റിനുള്ളിൽ വരികയും സാധനങ്ങൾ വാങ്ങി പോവുകയും ചെയ്യുന്നത്. മേത്ത ബസാർ ലക്ഷ്യമാക്കി നാം നടക്കുമ്പോൾ റോഡിൻ്റെ ഇരു സൈഡുകളിലും ധാരാളം ആളുകൾ ധാരാളം സാധനങ്ങൾ വിൽക്കുന്നത് കാണാം. ക്രിസ്മസുമായി ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ ചെറിയ പൈസയ്ക്ക് തുണിത്തരങ്ങളും എല്ലാം ഇവിടെ നിന്ന് ലഭിക്കും. ഈ വഴികളിലൂടെ നടന്നു പോകുന്നവരെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, എല്ലാവരും എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ടാണ് നടക്കുന്നത്. ക്രിസ്മസ് ട്രീയും അതുപോലെ തന്നെ നക്ഷത്രങ്ങളും മാൽബൾബും എല്ലാം ഇവർ വാങ്ങുന്നുണ്ട്. നല്ല വിലക്കുറവിൽ തന്നെ മേത്ത ബസാറിൽ നിന്നും ഇത്തരം സാധനങ്ങൾ കിട്ടുന്നതുകൊണ്ടാണ് ഇവിടെ നിന്നും ധാരാളം ആളുകൾ വന്ന് വാങ്ങുന്നത്. ചെറിയ വിലക്കുറഞ്ഞ പുൽക്കൂട് സെറ്റ് മുതൽ പതിനായിരങ്ങൾ വിലയുള്ള വലിയ പുൽക്കൂട് സെറ്റുകൾ വരെ ഇവിടെ ലഭിക്കും. കൂടാതെ ക്രിസ്മസിനോടനുബന്ധിച്ച് ഓരോ കൊല്ലവും ഇറങ്ങുന്ന പുതിയ ട്രെൻഡുകളെല്ലാം ഇവിടുന്നാണ് ഇറങ്ങുന്നത്. അങ്ങനെ നമ്മൾ മേത്ത ബസാറിൻ്റെ ഫ്രണ്ടിലെത്തി. മേത്ത ബസാറിൻ്റെ ഫ്രണ്ടിലെത്തിയതോടെ തിരക്കും കൂടി. ഈ കാണുന്നതാണ് മേത്ത ബസാറിലേക്കുള്ള കവാടം. ഇതിൻ്റെ ഉള്ളിലാണ് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിസ്മസ് മാർക്കറ്റുകളിൽ ഒന്ന് സ്ഥിതി ചെയ്യുന്നത്. ഈ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ചെറിയ ഇടുങ്ങിയ വഴിയാണ്. രണ്ട് സൈഡുകളിലും കടകളാണ്. കൂടാതെ ധാരാളം കടക്കാർ പുറത്തേക്ക് സാധനങ്ങൾ ഇറക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലെ നടക്കാൻ നേരത്ത് നല്ല തിരക്ക് അനുഭവപ്പെടും. മേത്ത ബസാറിൽ ക്രിസ്മസ് അല്ലാത്ത സമയങ്ങളിൽ കൂടുതലായും വിൽക്കപ്പെടുന്നത് കളിപ്പാട്ടങ്ങളാണ്. കളിപ്പാട്ടങ്ങളുടെ ഒരു മാർക്കറ്റാണ് ബ്രോഡ്വേയിലെ മേത്ത ബസാർ. കൂടാതെ മറ്റ് സാധനങ്ങൾ വിൽക്കുന്ന കടകളും ധാരാളം മേത്ത ബസാറിൻ്റെ ഉള്ളിലുണ്ട്. നവംബർ അവസാനത്തോടെ ക്രിസ്മസിൻ്റെ വൈബായിരിക്കും ഇവിടെ മുഴുവൻ. ക്രിസ്മസുമായി ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും ഇവിടെ ലഭിക്കും. അതും നമുക്ക് ഹോൾസെയിൽ റേറ്റിൽ കിട്ടും. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ധാരാളം കച്ചവടക്കാരും അതുപോലെ തന്നെ കൂടുതലായി സാധനങ്ങൾ വാങ്ങുന്ന ആളുകളും ഈ മാർക്കറ്റിൽ വന്നാണ് സാധനങ്ങൾ വാങ്ങുന്നത്. വില കുറച്ച് ലഭിക്കും, കൂടുതൽ കളക്ഷനും കിട്ടും. മാലബൾബിൻ്റെ എല്ലാം വലിയ കളക്ഷനാണ് ഇവിടെ ഉള്ളത്. ചെറിയ പൈസ മുതൽ മാലബൾബുകൾ ഇവിടെ അവൈലബിൾ ആണ്. നമ്മുടെ നാട്ടിലൊക്കെ മീറ്ററിന് വൻ തുക കൊടുക്കേണ്ടി വരുമ്പോൾ ഇവിടെ ഹോൾസെയിൽ റേറ്റിൽ ചെറിയ പൈസയ്ക്ക് നമുക്ക് സാധനങ്ങൾ ലഭിക്കുന്നു. ക്രിസ്മസുമായി ബന്ധപ്പെട്ട അലങ്കാര സാധനങ്ങളെല്ലാം 5 രൂപ മുതൽ ഇവിടെ ലഭ്യമാണ്. ക്രിസ്മസ് ട്രീ എല്ലാം ചെറിയ പൈസ മുതലുണ്ട്. 5 അടി വലുപ്പമുള്ള ക്രിസ്മസ് ട്രീക്കെല്ലാം ഇവിടെ വരുന്നത് 300-ഉം 200-ഉം രൂപയൊക്കെയാണ്. അവരോട് സംസാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വില പിന്നെയും കുറച്ച് കിട്ടും. കൂടാതെ ക്രിസ്മസുമായി ബന്ധപ്പെട്ടുള്ള ധാരാളം വെറൈറ്റി വസ്തുക്കളും ഇവിടെ ലഭിക്കും. ഇത് കണ്ടില്ലേ, ക്രിസ്മസിൻ്റെ ട്രീ ഒരുക്കാൻ വേണ്ടി മാത്രമുള്ള ഡിസൈൻ സാധനങ്ങളുടെ മാത്രമുള്ള ഒരു കടയാണ് നാം ഈ കണ്ടത്. ഇത് വ്യത്യസ്തമായ വേറൊരു കടയാണ്. വളരെ വ്യത്യസ്തമായ കുറേയധികം ക്രിസ്മസ് സാധനങ്ങളാണ് ഇവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. വ്യത്യസ്തമായ ധാരാളം ക്രിസ്മസ് പാപ്പാമാരെ എല്ലാം ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ ഇഷ്ടം തോന്നിപ്പോകും നമുക്ക്. കൂടാതെ പുൽക്കൂടുകളുടെ വലിയൊരു ശേഖരവും ഇവിടെയുണ്ട്. ഈ പ്രാവശ്യം ഫുൾ വൈറ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള പുൽക്കൂട് സെറ്റാണ് ട്രെൻഡിങ് എന്ന് തോന്നുന്നു. വിവിധ വലുപ്പത്തിൽ വിവിധ കളറുകളിലെല്ലാം ഇവിടുത്തെ പുൽക്കൂട് സെറ്റുകൾ നമുക്ക് ലഭ്യമാണ്. കൂടാതെ വിവിധ തരത്തിലുള്ള റെഡിമെയ്ഡ് പുൽക്കൂടുകളും ഇവിടെ ലഭ്യമാണ്. നിങ്ങൾ നവംബർ അവസാനം അല്ലെങ്കിൽ ഡിസംബർ മാസത്തിൽ എറണാകുളത്ത് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ബ്രോഡ്വേ മാർക്കറ്റിലെ മേത്ത ബസാർ. ക്രിസ്മസുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള പല കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് കാണുവാനും അതുപോലെ തന്നെ വാങ്ങിക്കുവാനും സാധിക്കും. ഈ മാർക്കറ്റിൻ്റെ ഏറ്റവും ഭംഗിയോടുകൂടി അത് കാണണമെങ്കിൽ രാത്രിയിൽ നമ്മൾ വരണം. രാത്രിയിൽ വരുവാണെങ്കിൽ ഫുള്ള് ലൈറ്റുകളും നക്ഷത്രങ്ങളും എല്ലാമായി വേറൊരു ലോകം തന്നെയാണ് മേത്ത ബസാർ. പക്ഷേ രാത്രിയിൽ ഭയങ്കര തിരക്കാണ്. ധാരാളം ആളുകളാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് വന്ന് കയറുന്നത്.
മേത്ത ബസാറിൻ്റെ ഉള്ളിലൂടെ ചെറിയ റോഡായതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ വളരെയധികം തിരക്ക് അനുഭവപ്പെടും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അധികം തിരക്കില്ലാത്ത സമയം നോക്കി വരുന്നതായിരിക്കും നല്ലത്. പകൽ സമയങ്ങളിൽ അത്ര തിരക്കില്ല, എങ്കിലും ആവശ്യത്തിനധികം ആളുകളുണ്ട്. രാത്രി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ നടക്കണമെങ്കിൽ തന്നെ നല്ല ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് കുട്ടികളുമൊക്കെ ആയിട്ട് വരുന്നവർ പെട്ടുപോകും. ദിവസവും ഇവിടെ കോടികളുടെ ബിസിനസ്സാണ് ക്രിസ്മസുമായി ബന്ധപ്പെട്ട് മാത്രം നടക്കുന്നത്. സ്റ്റോക്കുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഏറ്റവും പുതിയ നക്ഷത്രത്തിൻ്റെ മോഡൽ മുതൽ ഏറ്റവും പഴയ മോഡൽ വരെ ഇവിടെ ലഭിക്കും. അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീ ആണെങ്കിലും പല അളവിലുള്ളതും പല വലിപ്പത്തിലുള്ളതും നമുക്കിവിടെ ലഭിക്കും. കേരളത്തിലെ മറ്റേത് സ്ഥലങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോഴും വളരെ വില കുറഞ്ഞ് ക്രിസ്മസുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ വാങ്ങാൻ ഇവിടുന്ന് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ധാരാളം ആളുകൾ ഇവിടെ എത്തുന്നത്. ഈ കടയൊക്കെ കണ്ടില്ലേ, എത്ര മനോഹരമായിട്ടാണ് ഇവർ അലങ്കരിച്ചു വെച്ചിരിക്കുന്നതെന്ന്. കടകളൊക്കെ കണ്ടാൽ തോന്നും ഇവിടെയുള്ള കടക്കാർ തമ്മിൽ മത്സരമുണ്ടെന്ന്. കാരണം അത്ര ഭംഗിയായിട്ടാണ് അവർ ഓരോ കടകളും അലങ്കരിച്ചു വെച്ചിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, വിവിധ വലിപ്പത്തിലുള്ള ക്രിസ്മസ് ട്രീകൾ. ഫുൾ വൈറ്റ് കളറായിട്ട് മഞ്ഞിനോട് സാമ്യമുള്ള ധാരാളം ക്രിസ്മസ് ട്രീകളും ഇക്കൊല്ലം ഇറങ്ങിയിട്ടുണ്ട്. ഈ കടയിൽ ധാരാളം ക്രിസ്മസുമായി ബന്ധപ്പെട്ട ഡെക്കറേഷൻ ചെയ്യുന്ന സാധനങ്ങളാണ് വിൽക്കുന്നത്. വളരെ ചെറിയ പൈസ മുതൽ ഇവിടെ സാധനങ്ങൾ അവൈലബിൾ ആണ്. കൂടാതെ വീടുകളിലും കാറുകളിലും എല്ലാം തൂക്കിയിടാൻ പറ്റുന്ന പാപ്പാജിയുടെ ഇതുപോലെയുള്ള ചെറിയ രൂപങ്ങളും ഇപ്പോൾ ട്രെൻഡിങ് ആണ്. എന്തൊരു രസമാണ് ഈ ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ കാണാൻ. ക്രിസ്മസ് ഡെക്കറേഷൻ ആവശ്യമായ A to Z സാധനങ്ങളും ഇവിടെ ലഭിക്കും. സ്ഥിരമായി ഇവിടെ കച്ചവടം നടത്തുന്നവർ കൂടാതെ പുറത്തുനിന്നും ക്രിസ്മസ് കച്ചവടം മാത്രം ലക്ഷ്യമാക്കി വന്നവരും ഈ മാർക്കറ്റിനുള്ളിൽ ധാരാളമുണ്ട്. ഇത് കണ്ടില്ലേ, പണ്ടത്തെ പേപ്പർ നക്ഷത്രങ്ങളുടെ ഒരു വലിയ ശേഖരം തന്നെ ഇവിടെയുണ്ട്. ഇപ്പോഴുള്ള വീടുകളിലെല്ലാം LED നക്ഷത്രങ്ങളാണെങ്കിലും ചിലരെല്ലാം ഇപ്പോഴും പേപ്പർ നക്ഷത്രങ്ങൾ വാങ്ങുന്നുണ്ട്. എന്ത് ഭംഗിയല്ലേ പേപ്പർ നക്ഷത്രങ്ങൾ ഇങ്ങനെ അടുക്കിയിട്ടേക്കുന്നത് കാണാൻ. ഇപ്പോൾ ട്രെൻഡിങ്ങിലുള്ള മറ്റൊരു വസ്തുവാണ് ക്രിസ്മസ് പാപ്പയുടെ ചെറിയ രൂപത്തിലുള്ള പാവകൾ. ഇതും വളരെ രീതിയിൽ ഇവിടെ സെയിലാവുന്നുണ്ട്. 200, 300, 100 എന്ന രീതിയിലൊക്കെയാണ് ഇവിടെ ഈ പാവകളുടെ റേറ്റ്. വീണ്ടും നമ്മൾ കറങ്ങിത്തിരിഞ്ഞ് നക്ഷത്രങ്ങളുള്ള ഏരിയയിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ്. നക്ഷത്രങ്ങളുടെ വലിയ ശേഖരം തന്നെ ഇവിടെയുണ്ട്. ഏത് ഡിസൈൻ വേണമെങ്കിലും ഇവിടെ നിന്ന് ലഭിക്കും നമുക്ക്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലാവരും LED നക്ഷത്രങ്ങളിലേക്ക് തിരിഞ്ഞെങ്കിലും കൂടുതൽ ഭംഗി കാണാൻ സാധാരണ ഉള്ള ഈ പേപ്പർ നക്ഷത്രങ്ങൾ തന്നെയാണെന്ന് തോന്നുന്നു. കാരണം അതിൻ്റെ ഉള്ള ഡിസൈനൊക്കെ വളരെ യുണീക്കായിട്ട് തോന്നാറുണ്ട്. ഈ മാർക്കറ്റിന് ഓപ്പോസിറ്റ് സൈഡിൽ തന്നെയാണ് മറൈൻ ഡ്രൈവ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വരുന്നവർക്ക് മറൈൻ ഡ്രൈവിൽ പോയിരിക്കാനും സാധിക്കും.